ഒക്ടോബർ 6 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ നമ്മെ തന്നെ അഭിമുഖീകരിക്കുക എന്ന തലക്കെട്ടോടുകൂടി 4-ാമത്തെ പടിയുടെ ലേഖനത്തിലെ ഭാഗമാണ്. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ള ആളുകളുടെ കണക്കെടുക്കുന്ന പോലെ അവൻ്റെ കുറ്റവും കുറവും നോക്കുക എന്നത് അവന് വലിയ കുഴപ്പമാണ്. കാരണം മറ്റുള്ള ആൾക്കാരുടെ കുറ്റം, മറ്റുള്ളവരുടെ കുറവുകൾ, ഇതൊക്കെ അവന് പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്നും ഏറ്റവും വലിയ കുഴപ്പം അതുതന്നെയാണ്. അപ്പം അതിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ കരുതുന്നത് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നത് തന്നെയാണ്. കാരണം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. നമുക്കെപ്പോഴും ഒരാളും നമ്മൾ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മളെപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ആത്മവിമർശനം നടത്തുമ്പോൾ ഒരാളുമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ അത്ര കുഴപ്പമുള്ള ആളല്ല, അത്യാവശ്യം കുറവുള്ള ആളല്ല എന്ന് വേറൊരാളെ ബോധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും സംസാരമധ്യേ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഡൊമൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന്, നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ഓവർ എക്സ്പ്ലനേഷൻ നടത്തുക കാര്യത്തെക്കുറിച്ച്. എന്താണ് ഈ ഓവർ എക്സ്പ്ലനേഷൻ? ഓവർ എക്സ്പ്ലനേഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, നമ്മൾ ഒരാൾക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഓവർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇനി അയാൾ നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറല്ല എന്ന് കരുതുക, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെ വിശ്വാസമില്ല, പല കാരണങ്ങളെ കൊണ്ട് ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല. പക്ഷെ മദ്യാസക്തൻ മറ്റുള്ള ആളുകളുടെ മുന്നിൽ താനൊരു സംഭവമാണെന്ന് അവൻ അറിഞ്ഞുകൊണ്ടല്ല, അവനങ്ങോട്ട് അയാൾ എന്നെ കുറച്ചുകൂടി വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം എക്സ്പ്ലെയിൻ ചെയ്യുക, അതേമാതിരി താൻ നല്ലവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുക. ഒരു വിമർശനം പോലും, ഇത് നിങ്ങൾ ചെയ്തത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യാറ്, ഞാൻ അങ്ങനെയല്ല കേട്ടോ വിചാരിച്ച നെട്ടേ കയറി സംസാരിക്കുക. ഇതെല്ലാം നമ്മുടെ കുഴപ്പങ്ങൾ. അതിൻ്റെ കാരണം എന്താ? ഒന്ന്, നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെയുള്ള എനിക്കെല്ലാം പറ്റും, ഞാനൊരു സംഭവമാണ്. ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം ഏതൊരു മനുഷ്യനും ഉള്ളത് എന്താ? എനിക്കെല്ലാം അറിയാമെന്ന ബോധ്യമാണ്. എനിക്ക് എന്നെ ആരും പഠിപ്പിക്കേണ്ട, എന്നോട് ആരും ഒന്നും പറയണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ്. പിന്നെ ഭയം, അവന് വല്ലാത്ത ഭയം അവൻ്റെ ഉള്ളിലുണ്ട്. ഒരു പരിശോധനയും എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവനെക്കുറിച്ച് നോക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? അവന് ഇഷ്ടമല്ല അവനെ കൃത്യമായിട്ട് കാണാനായിട്ട്, അവൻ്റെ കുറവുകളും കുറ്റങ്ങളും കാണുക എന്നത് അവന് ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയം പറയും, നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് നോക്കണ്ട, എന്തിനപ്പം അത് നടത്തേണ്ട കാര്യമുള്ളത് എന്നുള്ള ചോദിക്കുകയാണ്. നമ്മളിവിടെ പ്രോഗ്രാമിൽ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഈ ഭയത്തെ മറികടന്നുകൊണ്ട്, ഭയം ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട്, നമ്മളുടെ ഉള്ളിൽ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഈ ഭയം നമുക്ക് നിരവധി പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭയത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണ്. അവിടെയാണ് നമ്മൾ നമ്മളെ അഭിമുഖീകരിക്കുകയാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് ദുർബലമാണ്, നമുക്ക് ഈ കുഴപ്പങ്ങളുണ്ട്, ഇത്തരം രീതിയിലുള്ള ആത്മപരിശോധനകൾ കൃത്യമായിട്ട് നടത്താനായിട്ട് തയ്യാറാകുമ്പോൾ നമുക്കൊരു സന്നദ്ധത ഉണ്ട്, എനിക്ക് ജീവിത രീതിയിലേക്ക് വേണം. നമ്മൾ പറ്റില്ല എന്നുള്ള ആ വാക്കൊക്കെ മദ്യം നിർത്തിയതിന് ശേഷം കഴിഞ്ഞു. ഒരു കാര്യവും പറ്റാത്തതില്ല എന്നാണ് പറയണത്. ജബ് തക്, ഏതുവരെയാണത് പറ്റാത്തതില്ല എന്ന് പറയണത്? തബ് തക് നമ്മൾ തയ്യാറാകുമ്പോൾ എൻ്റെ പരാജയം സമ്മതിക്കാൻ, എനിക്ക് കുഴപ്പമുണ്ട്, എനിക്ക് ദുർബലതയുണ്ട്, ദുർബലതയുടെ കരുത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് കരുത്തുണ്ടാക്കാനായിട്ട് സാധ്യമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പരിപൂർണമായിട്ടും നമ്മൾ ദുർബലരാണ്. ഏത് കാര്യത്തിലാണോ ദുർബലതയുള്ളത് അത് പരിപൂർണമായിട്ട് സമ്മതിച്ചാൽ മതി. അവിടെ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ എങ്ങനെയാണ്? ഞാൻ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് എനിക്കുണ്ട്, എനിക്ക് പോകണം, ജീവിത രീതിയിൽ പോകണം. ഞാൻ എന്നെ അഭിമുഖീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ നന്നായി പ്രയത്നിക്കാൻ പറ്റുക. ബാക്കിയുള്ളതൊക്കെ വളരുന്നതിൻ്റെ വേദനകളാണ്. എന്തൊക്കെ പ്രയാസം ഉണ്ടായിക്കോട്ടെ, എനിക്ക് വിഷമം ഉണ്ടായിരിക്കും ആ രീതിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാനൊന്ന് സന്നദ്ധനാവുന്നു,
ഞാൻ എന്നെ സജ്ജമാക്കുന്ന എങ്ങനെയാണ്? ആ കുറവുകൾ ഒരാളുമായിട്ട് ഏറ്റു പറയുന്ന അതിന് മുന്നേ ഞാൻ എൻ്റെ പരിശോധന നടത്തിയിട്ട് എൻ്റെ തെറ്റുകളെ കൃത്യമായിട്ട് ഞാൻ കണ്ടെത്തുകയാണ്. ആളുകളെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്ന രീതി മാറ്റി അഹങ്കാരത്തോടു കൂടി ഞാൻ എന്നെ ന്യായീകരിക്കുന്ന സ്വഭാവം നടത്തി വേറെ ആളുടെ ഏറ്റു പറയുമ്പോൾ ഞാൻ അത്ര കുറഞ്ഞവനൊന്നല്ല എന്ന രീതിയിൽ പറയുന്നില്ല. അല്ലെ, ഞാൻ അങ്ങനെയൊന്നല്ല കേട്ടോ, ഞാൻ കുറച്ചൊക്കെ സംഭവം എന്തിന്? എനിക്ക് ആവശ്യത്തിന് കാര്യങ്ങളുണ്ടെങ്കിൽ വേറൊരാളുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തിനാ പറയണം? ഒരാളുടെ ഏറ്റു പറയുമ്പോഴെങ്കിലും അതൊക്കെ ഏല് വന്നിട്ട് മനസ്സിലായതാ. ഞാൻ ഉദാഹരണമായിട്ട് ഒരു പഴമക്കാരനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഉടനെ ഇടയിൽ കയറിയിട്ട് അയാൾ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചോ എന്ന് കരുതി. അയാൾ തെറ്റിദ്ധരിക്കാതിരിക്കോ ചെയ്യും. ഞാൻ എങ്ങനെ എന്നെ കരുതുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. ഞാൻ ഇടയിൽ കയറിയിട്ട് എന്തിനാ എൻ്റെ സ്വഭാവം അയാളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം? അവിടെ എനിക്ക് തന്നെ വിശ്വാസമില്ല, അല്ലെങ്കിൽ അയാൾ എന്നെ കുറിച്ച് മോശമായി കരുതുന്നതിലുള്ള പ്രയാസമാണ്. അയാൾ എന്തോ കരുതിക്കോട്ടെ നീ. ഇനി അയാളെ പറഞ്ഞൊന്ന് കേൾക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇനി അയാൾ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അവിടെയൊക്കെ തടസ്സലുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ എനിക്ക് എന്നെ കുറിച്ച് മനസ്സിലായിട്ടുള്ളൂ അയാള്. ഇവിടെ ഈ ആത്മപരിശോധന കൃത്യമല്ല. ഞാൻ പരിപൂർണമായിട്ട് എന്നെ പരിശോധിക്കാൻ തയ്യാറായാലേ എനിക്ക് മാറ്റം ഉണ്ടാവും എന്നാണ് അയാളുടെ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് അവിടെയാണ് ദുർബലത സമ്മതിച്ചുകൊണ്ടുള്ള ആത്മവിശ്വാസത്തെ കുറിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയാറുള്ളത്. അതല്ലാണ്ട് എന്നെ കൊണ്ട് എല്ലാം സാധ്യമാണ്, കുടിക്കാതിരിക്കുമ്പോൾ നിനക്ക് എല്ലാം പറ്റില്ലേ എന്നുള്ള മറ്റുള്ള പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയത് ചെയ്യണം. അവിടെ വളരെ കൃത്യമായിട്ട് ഓരോ സമയങ്ങളിലും കുടിക്കാതിരിക്കുമ്പോൾ പോലും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. മറ്റുള്ള ഭയം അവിടെ കടന്നു വരാറുണ്ട്. അഹങ്കാരം വളരെ തലപ്പത്തുണ്ടാവാറുണ്ട്. എനിക്കെല്ലാം അറിയാം എന്നുള്ളതും, വേറൊരാളെ കേൾക്കാനുള്ള കുഴപ്പം, വേറെ ആളുകളിൽ നിന്നുള്ള ആശയങ്ങൾ എടുക്കാനുള്ള കുഴപ്പം, എന്തിനൊരു മീറ്റിങ്ങിൽ ഷെയറിങ് പോലും എടുക്കാനായിട്ട് പറ്റില്ല. പത്രത്തിലേക്കുള്ള ഓരോ ഭയങ്ങളെയും, എന്നെ പരിശോധിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന ഓരോ ഭയത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് എയുടെ പ്രോഗ്രാം പറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണം മൺഡേ അറ്റ് ടൈമിലൂടെ എന്നുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് ഡേ പറയുന്ന കൃത്യങ്ങളോടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.